വെൽക്കം ടു ബിനൂസ് ഹിന്ദി ലേണിംഗ് ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് വേറെ ഒന്നല്ല. നമ്മൾ എവിടെയെങ്കിലും പർച്ചേസിങ്ങിന് പോയിട്ട് അവിടെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുമല്ലോ. അപ്പോൾ അവിടെ എങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നതാണ് കേട്ടോ. ഇതൊരു കമൻറ്റിൽ നിന്ന് വന്നതായിരുന്നു. നമ്മളിങ്ങനെ എവിടെയെങ്കിലും ഷോപ്പിൽ പോയിട്ട് സംസാരിക്കാൻ പറ്റുന്ന സെൻറ്റൻസുകളൊന്ന് ചെയ്യുമെന്നുള്ളത്. ഓക്കെ, അപ്പോൾ സെൻറ്റൻസിന് മുമ്പ് തന്നെ നമുക്ക് അവിടെ യൂസ് ചെയ്യേണ്ട കുറേ വാക്കുകൾ എന്താണെന്ന് നോക്കാം, വേർഡ്സ്. ഓക്കെ, ശരി. ഇപ്പോൾ ഷോപ്പിന് നമ്മൾ പറയുന്നത് ദുക്കാൻ എന്നാണ് കേട്ടോ. ദുക്കാൻ എന്ന് പറഞ്ഞാൽ ഷോപ്പ്. ഓക്കെ, കട എന്നൊക്കെ പറയും. ഓക്കെ, ശരി. ഇനി ദുക്കാൻദാർ. ദുക്കാൻദാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടക്കാരൻ. കടക്കാരൻ എന്താ പറയുക? ദുക്കാൻദാർ. ശരി. ഇനി ഗ്രാഹക്. ഗ്രാഹക് എന്ന് പറയുന്നത് കസ്റ്റമറിനെയാണ്. ഓക്കെ, കസ്റ്റമറിനെ പറയുന്നത് ഗ്രാഹക്. ഇനിയിപ്പോൾ നമ്മൾ കടയിൽ ചെന്നിട്ട് പറയുന്നു വലുത് ചെറുത് എന്നൊക്കെ പറയും. ചോട്ട ബട അല്ലെ. ബട എന്ന് പറഞ്ഞാൽ വലുത്, ചോട്ട എന്ന് പറഞ്ഞാൽ ചെറുത്. പിന്നെന്താ യൂസ് ചെയ്യുന്നത്? മെഹങ്ക. മെഹങ്ക എന്നും പറയും, അല്ലെങ്കിൽ സസ്ത എന്ന് പറയും. എന്താ ഈ രണ്ട് വാക്കുകൾ? മെഹങ്ക എന്ന് പറയുന്നത് വില കൂടിയ എന്നാണ് അർത്ഥം. ഓക്കെ, സസ്ത എന്ന് പറഞ്ഞാൽ വില കുറഞ്ഞത്, അതാണ് കേട്ടോ. ഇനി എന്താ? ഡിസ്കൗണ്ട് തരാൻ പറയും അല്ലെ, കുറച്ച് തരാൻ പറയും നമ്മൾ. കം കർക്കേ ദേദോ എന്നാ പറയാം. കം കർക്കേ ദേന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് തരണം എന്നാണ് കേട്ടോ. പിന്നെ യൂസ് ചെയ്യുന്നൊരു വാക്കാണ് കരീദന. കരീദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, ഒരു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. കരീദന എന്ന് പറഞ്ഞാൽ എന്താ? വാങ്ങുക എന്നാണ്. ഓക്കെ, ശരി. ഇപ്പം ഞാൻ വേഗം പറഞ്ഞു പോവാണ്. ഇതെല്ലാം നമ്മുടെ സെൻറ്റൻസിൽ വരുന്ന വാക്കുകളാണ്. ഓക്കെ, ശരി. ഇനി എത്ര. എത്ര എന്ന് പറയുന്നതിന് കിത്തന എന്നാണ്. നമ്മൾ ചോദിക്കില്ലേ എത്ര രൂപയായെന്ന് ചോദിക്കില്ലേ, അതിനു വേണ്ടി യൂസ് ചെയ്യുന്നൊരു വാക്കാണ് കിത്തന. ഇനി ഏത് എന്നാണെങ്കിൽ കോൻസ. കോൻസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത്. ഓക്കെ, ഇനി കളർ. കളറിനെ ഹിന്ദിയിൽ പറയുന്നത് രംഗ് എന്നാണ്. രംഗ്, കളർ. ഓക്കെ, ശരി. ഇനി നമ്മൾ പറയാണ് ഇത്രയും മതി. മതി എന്നൊരു വാക്കിന് പറയുന്നത് ബസ് എന്നാണ്. ബസ്. ബസ്സും ബസ് തന്നെയാണല്ലേ, അതല്ല ഇത് ബസ്. ബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതി എന്നൊരു അർത്ഥമാണ് കേട്ടോ. ശരി, അപ്പൊ നമ്മൾ പറയാം ഇത്തന ബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും മതി, അതാണ്. അപ്പൊ നമ്മൾ കുറച്ച് കാര്യങ്ങൾ നോക്കി, കുറച്ച് വേർഡ്സ് എല്ലാമല്ല നമ്മൾ പറയാൻ പോകുന്ന സെന്റൻസുകളിലെ വാക്കുകളിനാണ് ഇപ്പൊ നമ്മൾ പരിചയപ്പെടുത്തിയത്. ഓക്കെ, അപ്പൊ നമുക്കിനി സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ നമ്മളിപ്പോൾ ഒരു തുണിക്കടയിലേക്ക് കയറിച്ചില്ല എന്ന് വിചാരിക്കാം. തുണിക്കടയിലേക്ക് ഇപ്പോൾ എന്താ പറയുന്നത്, നമ്മുടെ മക്കൾക്ക് വേണ്ടി ഡ്രസ്സ് എടുക്കാൻ പോകും, കുട്ടികളുടെ ഡ്രസ്സ് എടുക്കാൻ. അപ്പൊ നമ്മൾ അവിടെ ചെന്നാൽ ചോദിക്കുന്നത് എന്താണെന്നറിയോ? ബച്ചോ കെ കപ്പടെ ഹേ ക്യാ. ബച്ചോ എന്ന് പറഞ്ഞാൽ കുട്ടികൾ കേട്ടോ. ആപ്കെ പാസ് ബച്ചോ കെ കപ്പടെ ഹേ ക്യാ. ഇപ്പോൾ ഒരു കടക്കാരനൊക്കെയാണ്, ഇപ്പോൾ വലിയ ഷോപ്പിലെ കാര്യമല്ല കേട്ടോ. ഇപ്പോൾ ഒരു കടയിലൊക്കെയാണ് നമ്മൾ ചോദിക്കില്ല, താങ്കളുടെ കടയിൽ ബച്ചോ കുട്ടികളുടെ ഡ്രസ്സ് ഉണ്ടോ എന്ന് ചോദിക്കില്ലേ. ആപ്കെ പാസ് ബച്ചോ കെ കപ്പടെ ഹേ ക്യാ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ കുട്ടികളുടെ ഡ്രസ്സ് ഉണ്ടോ എന്നാണ്. ഓക്കെ, അപ്പോൾ അവരെന്താ പറയാ? ഹഞ്ചി. ഉണ്ടെങ്കിൽ ജി എന്ന് ഉദ്ദേശിക്കുന്ന കുറച്ചൊരു റെസ്പെക്റ്റോട് കൂടിയാണ് നമ്മൾ ജി എന്ന വാക്ക് യൂസ് ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ സീരീസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ജി വെച്ചിട്ട് നമ്മൾ ഒരാളോട് അഭിസംബോധന ചെയ്യുന്നത് ഭയങ്കര രസമൊക്കെ കേൾക്കാനായിട്ട്, നല്ല റെസ്പെക്റ്റ് ചെയ്ത് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ജി യൂസ് ചെയ്യുന്നത്. വെറുതെ ഒരാളിപ്പോൾ ദീദി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഹഞ്ചി അങ്ങനെ വിളിയേക്കുക. ആ ഒരു ജി ഒന്ന് കണക്ട് ചെയ്ത് പറയാൻ കഴിഞ്ഞാൽ അത് നല്ല രസമായിരിക്കും കേട്ടോ. ശരി, അപ്പോൾ നമ്മൾ എന്ത് പറയണേ? ഇൻകേലിയെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കൊച്ചിനെ കാണിച്ചിട്ട് പറയാണ് ഇവന് വേണ്ടി ടീഷർട്ടുകളൊന്ന് കാണിക്കാൻ പറയാണ്. ഓക്കെ, എങ്ങനെയാ പറയാം? ഇൻകേലിയെ ടീഷർട്ട്സ് ദിക്കാവോ. ദിക്കാവോ എന്നും പറയാം, കുറച്ചുകൂടെ റെസ്പെക്റ്റ് ആയിട്ട് ദിക്കായിയെ എന്നും പറയാം കേട്ടോ. ദിക്കാവോ നോർമലി പറയാം. ഇൻകേലിയെ അല്ലെങ്കിൽ ഇസ്കേലിയെ എന്നും പറയാം. കുട്ടികളെ നമ്മൾ ഇസ്കേലിയെ എന്നും നമുക്ക് പറയാം കേട്ടോ. കുറച്ചുകൂടെ റെസ്പെക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇൻകേലിയെ എന്ന് പറയണേ. ഇൻകേലിയെ ടീഷർട്ട്സ് ദിക്കാവോ. ടീഷർട്ട് ദിക്കായിയെ. മനസ്സിലായോ? അപ്പോൾ നമ്മൾ അവരിങ്ങനെ ഇട്ട് കാണിച്ചു തരും നമുക്ക്. ഏ ദേഖ് ലീജിയെ എന്ന് പറഞ്ഞാൽ ഇത് നോക്കൂ എന്നുള്ള അർത്ഥത്തിൽ കേട്ടോ. നമുക്ക് ഇങ്ങനെ കാണിച്ചു തരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? യേ ബഹുത് ബഡാ ഹെ. ഇത് വലുതാണ് എന്ന് പറയില്ലേ. യേ ബഹുത് ബഡാ ഹെ, ഇത് കുറച്ച് വലുതാണ്, അതാണ് അതിനർത്ഥം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ യേ ബഹുത് ചോട്ടാ ഹെ, ഇത് ചെറുതാണ്. യേ ബഹുത് ചോട്ടാ ഹെ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ പറയാ? ഇപ്പം എനിക്ക് തന്നത് വലുതാണ് കേട്ടോ. അപ്പൊ നമ്മൾ പറയാണ് ഇതിലും ചെറുത്. ഇതിലും ചെറുതുണ്ടോ? ഇസ്സേ ചോട്ടാ സൈസ് ഹേ ക്യാ. ഇസ്സേ ചോട്ടാ സൈസ് ഹേ ക്യാ. ഇതിനേക്കാളും ചെറിയ സൈസ് ഉണ്ട്. ഇസ്സേ, മനസ്സിലായോ? ഇസ്സേ ചോട്ടാ സൈസ് ഹേ ക്യാ.
ഇതിനേക്കാളും ചെറിയ സൈസ് ഉണ്ടോ എന്നാ ചോദിക്കുന്നത്. അപ്പൊ അദ്ദേഹം എന്താണ് നമുക്ക് എടുത്തിട്ട് കാണിച്ചു തരാണ്. അപ്പൊ നമ്മൾ പറയാണ് ദൂസര മോഡൽ ഹേ ക്യാ. ദൂസര എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ വേറെ മോഡൽ ഉണ്ടോ എന്ന് നമ്മൾ ചോദിക്കില്ലേ. ദൂസര മോഡൽ, ദൂസര കുച്ച് മോഡൽ ദിക്കായിയേ. ദൂസര കുച്ച് മോഡൽ ദിക്കായിയേ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും കുറച്ച് മോഡൽസ് കാണിക്കൂ എന്നാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അദ്ദേഹം അത് കാണിക്കും അല്ലേ. അപ്പൊ നമ്മൾ പറയാണ് എന്തെന്ന്, ഏ മുജെ പസന്തായ. ഏ മുജെ പസന്തായ എന്താണ് അതിനർത്ഥം? ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഏ മുജെ പസന്തായ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ നമ്മൾ പിന്നെ എന്താ ചോദിക്കുക? വില ചോദിക്കണം അല്ലേ. ഏ കിത്തനെ കാ ഹേ. ഇത് എത്ര രൂപയുടെയാണ്? ഏ കിത്തനെ കാ ഹേ. ഇത് എത്ര രൂപയുടെയാണ്? അപ്പൊ അവരെന്താ പറയാ? അതിന്റെ റേറ്റ് പറയും. ഇപ്പൊ പറയാണ് ഒരു 800 പറഞ്ഞു എന്ന് വിചാരിക്കും. 800 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 800. ഇപ്പൊ ഇതിനോടുകൂടി ജസ്റ്റ് പറയാം, സോ എന്ന് പറയുന്നത് 100 ആണ് കേട്ടോ. സോ അപ്പൊ 200 ആവുമ്പോ 200, 300, 300, 400, 500, 600, 700, 800, 900, 1000 അല്ല, അതിനെ പറയുന്നത് 1000 എന്നാണ്. 1000 എന്ന് പറഞ്ഞാൽ 1000. മനസ്സിലായോ? 100, 200, 300, 400, 500, 600, 700, 800, 900, 1000. അതാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ എത്ര പറഞ്ഞ ഇതിന്റെ ഡ്രസ്സ്? ഏ 800 കാ ഹേ. ഏ 800 കാ ഹേ എന്ന് പറഞ്ഞാൽ ഇത് 800 രൂപയുടെയാണ്. അല്ലെങ്കിൽ ഇതിന്റെ പ്രൈസ് 800 രൂപയാണ്. അതാണ് പറയുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ പറയാണ് എന്തെന്ന്, യോ ഇത് വളരെ കൂടുതലാണ്. യേ ബഹുത് മെഹങ്കാ ഹേ. യേ ബഹുത് മെഹങ്കാ ഹേ എന്ന് വെച്ച് കഴിഞ്ഞാൽ മെഹങ്ക നമ്മൾ പറഞ്ഞല്ലോ, എന്താണ്? വിലയേറിയത് അല്ലെ, വില കൂടിയത്. അപ്പോൾ ഇത് വില കൂടിയതാണ്. അപ്പൊ അയാൾ പറയാണ്, അപ്പൊ നമ്മൾ എന്ത് ചോദിക്കും? ഇതിനേക്കാളും കുറച്ചുകൂടി വില കുറഞ്ഞത് കാണിക്കാൻ പറയാം. അപ്പൊ നമ്മൾ എങ്ങനെ? ഇസ്സെ സസ്ത ദിക്കായിയേ. ഇസ്സെ സസ്ത വാല ദിക്കായിയേ എന്നും പറയാം കേട്ടോ. വാല എന്ന് നമ്മൾ കൂട്ടി പറയും. ഓക്കെ, ഇസ്സെ സസ്ത വാല ദിക്കായിയേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലും കുറഞ്ഞത് കാണിക്കും. അതല്ല, ചിലപ്പോൾ നമുക്ക് അത് ഇഷ്ടപ്പെട്ടിട്ട് പറയാണ് ഏ മുജെ പസന്തായ ഹേ. കുറച്ച് ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു, കുറച്ച് താന്നൊക്കെ നമ്മൾ ചോദിക്കും. ഡിസ്കൗണ്ട് ചോദിക്കില്ലേ? തോടാ കം കർക്കെ ദീജിയേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെനിക്ക് ഇഷ്ടമായി, കുറച്ച് വില കുറച്ച് താ. ഇപ്പൊ നോർത്തിലൊക്കെ ആണെങ്കിൽ എന്താ പറയുന്നത്, നമ്മുടെ കേരളത്തിൽ അങ്ങനെ ഫിക്സഡ് റേറ്റ് ആണല്ലോ അല്ലെ, ഓൾമോസ്റ്റ്. പക്ഷെ നോർത്തിലൊന്നും അങ്ങനെയല്ല, ഒരുപാട് റേറ്റ് കൂട്ടി പറഞ്ഞ് നമ്മൾ റേറ്റ് ബാർഗനിങ് ചെയ്ത് വാങ്ങുക ചെയ്യാം. അപ്പൊ ഈ ഒരു സെന്റൻസ് ഈ ഏരിയയിലൊക്കെ ഒരുപാട് ആവശ്യം വരും. അപ്പൊ എന്താ പറയാ ദുക്കാൻദാർ? ठीक है 600 तक होता है. 600 तक 600 വരെ കുറയും എന്നാണ് ഉദ്ദേശിച്ചത് കേട്ടോ. 600 तक होता है. 600 വരെ ആവും, അതാണ്. ഓക്കെ, ഇനിയിപ്പോ നമുക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോ എന്താണ്, ഈ കളർ ചിലപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല, നമുക്ക് വേറെ കളറായിരിക്കണം വേണ്ടേ. അപ്പൊ നമ്മൾ എങ്ങനെയാ ചോദിക്കുക? മോഡൽ ഇഷ്ടപ്പെട്ടില്ലേ നമ്മൾ പറഞ്ഞു അല്ലേ. ദൂസര കുച്ച് മോഡൽ ദിക്കായിയേ. അതുപോലെ തന്നെ വേറെ കളർ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോ എന്താ ചോദിക്കണ്ടേ? ദൂസര രംഗ്. ദൂസര രംഗ് ഹേ ക്യാ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ കളർ ഉണ്ടോ എന്നാണ് കേട്ടോ. ദൂസര രംഗ് അതാണ് കേട്ടോ. ദൂസര രംഗ് ഹേ ക്യാ. അപ്പൊ ആള് ചോദിക്കുകയാണ്, താങ്കൾക്ക് ഏത് കളറാ വേണ്ടേ? അപ്പോ കൊൻസാ രംഗ് ചായിയേ. അപ്പോ കൊൻസാ രംഗ് ചായിയേ. താങ്കൾക്ക് ഏത് കളറാ വേണ്ടേ എന്നാണ്. അപ്പൊ നമ്മൾ പറയാണ് മുജെ ഹരേ രംഗുമേ ചായിയേ. ഹര എന്ന് പറയുന്നത് പച്ചയാണ് കേട്ടോ. എനിക്ക് പച്ച കളറിലുള്ളത് വേണം. ഹരേ രംഗുമേ ചായിയേ. ഓക്കെ, ചായിയേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, വേണം. ഓക്കെ, ഇപ്പോ ഹര എന്ന് പറഞ്ഞാൽ പച്ച, നീല എന്ന് തന്നെയാണ് നീല പറയാ കേട്ടോ. പീല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ഞ, അതുപോലെ തന്നെ വയലറ്റ് ബെങ്കണി, കാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാക്ക് കറുപ്പ്. ഇനി സഫേദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റ്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് കളേഴ്സ് നെയിം. ഇതൊക്കെ നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അതിനെ കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് പറയാത്തത്. ഒരുപാട് കളേഴ്സിന്റെയും അതുപോലെ തന്നെ സംഖ്യകളുടെ ഒക്കെ നമ്മൾ വീഡിയോസ് ചെയ്തിട്ടിട്ടുണ്ട്. ഓക്കെ, ശരി. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞു വന്നത്, മുജെ ഹരേ രംഗ് മേ ചായിയേ. അപ്പൊ ടീക്കെ, അപ്പൊ നമുക്കത് ഇഷ്ടമായി. അത് നമ്മൾ വാങ്ങി. 800 രൂപയുടെ സാധനം 600 രൂപ നമ്മൾ കുറച്ച് വാങ്ങി അല്ലേ. ഓക്കെ, അപ്പൊ പിന്നെന്താണ് അദ്ദേഹം എന്ത് ചോദിക്കും? ഓർ ക്യാ ചായിയേ. ഓർ ക്യാ ചായിയേ. ചിലപ്പോൾ നമുക്ക് 1-2 ഐറ്റം എടുത്തിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ പറയും ഇത്തന ബസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മതി.
ബിൽ ബനാവോ. ബിൽ ബനാവോ എന്ന് പറയാം, അല്ലെങ്കിൽ ബിൽ കീജിയെ എന്ന് പറയാം, അല്ലെങ്കിൽ ബിൽ ദീജിയെ എന്ന് പറയാം. ഇതൊക്കെ ഒരു വേർഡ്സ് ആണ് കേട്ടോ. നമ്മുടെ ഈ ഒറ്റ വാക്കിൽ വരുന്നതാണ് ബിൽ ബനാവോ, ബില്ലിട്ടോളൂ, അതാണ്. അപ്പൊ പിന്നെ പൈസയൊക്കെ കൊടുത്തു, നോർമലി ധന്യവാദ് അല്ലെ, താങ്ക്സ് പറയും, ധന്യവാദ്. ഓക്കെ, ആപ്കോ ഭി ധന്യവാദ്. കടക്കാരനപ്പം എന്ത് പറയും? ദുക്കാൻദാർ പറയും ആപ്കോ ഭി ധന്യവാദ്. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ ആണ്. കോൺവെർസേഷൻ അല്ല, എന്തൊക്കെയാണ് നമ്മൾ അവിടെ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഇനിയിപ്പോൾ നമ്മളിത് കപ്പട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുണി വസ്ത്രങ്ങളാണ്. അതല്ല ഇപ്പൊ ഷൂ നമ്മുടെ ചെരുപ്പടിയൊക്കെ ആണെങ്കിൽ ജൂത്ത എന്നാ പറയാ കേട്ടോ, ജൂത്ത. അതുപോലെ തന്നെ സ്വീറ്റ് ആണെങ്കിൽ മിഠായി എന്ന് നമ്മൾ മലയാളത്തിൽ ചെറിയ ചോക്ലേറ്റിനെ പറയാം അല്ലെ, മിഠായി എന്ന്. പക്ഷെ സ്വീറ്റിനെയാണ് നമ്മൾ ഹിന്ദിയിൽ മിഠായി എന്ന് പറയും. ഇപ്പൊ സ്വീറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ, പറയുന്നത് മിഠായിയാ, സ്വീറ്റ്സ്, മനസ്സിലായി? സ്വീറ്റ് ഷോപ്പൊക്കെ ഉണ്ടല്ലോ, പേട വകര സാധനങ്ങൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ചെറിയ ക്ലാസ് ആണ്. ഇതെല്ലാം ഈ കമന്റ്സ് എടുത്തിട്ട് കൊണ്ടുവരുന്ന ക്ലാസ്സസ് ആയിക്കോട്ടെ ഈ സാറ്റർഡേ ഇടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കമന്റ്സ് ഉണ്ടെങ്കിലും ചോദിക്കാം. മാക്സിമം കമന്റ്സ് ഉൾക്കൊള്ളിച്ചുകൊണ്ട് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ എന്ന് പറയുന്ന പോലെ തന്നെ ആരെങ്കിലും നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ അവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കണേ. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്ന് മുതൽ നമ്മുടെ 5th സ്റ്റാൻഡേർഡിലെ കേരള സ്റ്റേറ്റ് സിലബസിലെ 5th സ്റ്റാൻഡേർഡിലെ മക്കളുടെ ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. ഇന്ന് രാത്രി ആകുമ്പോഴത്തേക്ക് ഞാനത് അപ്ലോഡ് ചെയ്യും, ഈവനിങ് ആകുമ്പോഴത്തേക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്തേക്കുക. പിന്നെ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.